മഹാന്മാരുമായിട്ടുള്ള ബന്ധത്തിലായി തന്നെയുള്ള ജീവിതം. ഷെയ്ഖുനായുടെ അടുക്കലേക്ക് പോവുക, കോരങ്ങാട് സൂഫി വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരടുക്ക് പോവുക, മഹാന്മാരുടെ സന്നിധാനങ്ങളിൽ പോവുക, അവരെ ഉറൂസുകളിൽ പങ്കെടുക്കുക, മമ്പുറത്ത് പോവുക, ഇങ്ങനെ തുടങ്ങി ഇത് തന്നെ ജീവിതം. ഓരോ ഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും മഹാന്മാരോട് സമ്മതം ചോദിച്ച് അവരുടെ നിർദ്ദേശത്തിലായി കാര്യങ്ങൾ അങ്ങനെ ചെയ്തു. തങ്ങൾ ആ രൂപത്തിലായിരുന്നു ജീവിതം. തങ്ങളെ ചിലപ്പോൾ നാട്ടിലെടുക്കെടുക്ക് കാണൂല. തങ്ങളെവിടെയോ ഉറൂസിൻ്റെ നാളുകളിൽ, ആ ഉറൂസിൻ്റെ നാളുകളിൽ അവിടെ തന്നെ താമസിക്കായിരിക്കും. 4, 5, 10 ദിവസം താമസിച്ച് പിന്നീട് തിരിച്ചു വരും. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, സാഹിബുസ്സിർ എന്ന പേരിൽ പ്രസിദ്ധരായ സയ്യിദുന ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു, ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മുത്തുനബി പറയാണ്, ഹില്യത്തുൽ ഔലിയായിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസ്. ഹബീബായ തങ്ങൾ പറയുന്നു, യാ ഹുദൈഫ, ഓ ഹുദൈഫ, ഇന്ന ഫീ കുല്ലി ത്വായിഫത്തിൻ മിൻ ഉമ്മത്തി ഖൗമൻ ശുഅസൻ ഗുബ്റാ, എൻ്റെ സമുദായത്തിലെ ഓരോ വിഭാഗങ്ങളിലും പ്രത്യേകക്കാരായ ചില ആളുകൾ, ഒരുപക്ഷെ ശരീരത്തിൽ ചെളി പുരണ്ട, വേണ്ടതുപോലെ വസ്ത്രത്തിൻ്റെ കാര്യങ്ങളോ മുടിയുടെ കാര്യങ്ങളോ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകൾ എൻ്റെ സമുദായത്തിലെ ഓരോ വിഭാഗങ്ങളിലും ഉണ്ടാകും. ഇയ്യായ യുരീദൂന വ ഇയ്യായ യത്തബിഊൻ, അവരെ തെറ്റിദ്ധരിച്ചു പോകരുത്, അവര് പൊട്ടന്മാരാണ്, ഭ്രാന്തന്മാരാണെന്ന് ചിന്തിച്ചു പോകണ്ട. ഇയ്യായ യുരീദൂൻ, അവർ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വ ഇയ്യായ യത്തബിഊൻ, അവരെന്നെയാണ് പിന്തുടരുന്നത്. വ കിതാബല്ലാഹി യുഖീമൂൻ, അവർ നിലനിർത്തുന്നത് അല്ലാഹുവിൻ്റെ കിതാബിനെയാണ്. ഉലൈക മിന്നി വ അന മിൻഹും വ ഇല്ലം യറൗനി, അവർ എന്നിൽ നിന്നുള്ളവരാണ്, ഞാൻ അവരിൽപ്പെട്ടവരും. വ ഇല്ലം യറൗനി, അവരെന്നെ കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെയാണ് അവരുടെ അവസ്ഥകളെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നമ്മൾ തങ്ങളെ ഓരോ മഹാന്മാരെ ഹളറത്തുകളിൽ പോകുന്നതും വരുന്നതും ഉറൂസിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. തങ്ങൾക്ക് പ്രത്യേക ഡ്രസ്സിൻ്റെ കാര്യത്തിലോ വേഷത്തിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേക ശ്രദ്ധ ഉണ്ടാവില്ല. ഈ രൂപത്തിൽ മഹാന്മാരുടെ കൂടെ തന്നെ നടന്നു. നോക്കൂ നിങ്ങൾ, ആളുകളുടെ ശ്രദ്ധയിൽ ഒരുപക്ഷെ ഇയാളെന്താ അവിടെയും ഇവിടെയും ആടെയും സ്റ്റേജിലുണ്ട്, ഇവിടെ സദസ്സിലിരിക്കണേ, അവിടെ എന്താ ഉറൂസിന് വളണ്ടിയറെ പോലെ നിൽക്കണേ എന്നൊക്കെ ആളുകൾക്ക് പലതും തോന്നും. പക്ഷേ അവരുടെ ഉള്ളിൽ ഷെയ്ഖുനെ ആയിരുന്നു ഉണ്ടായിരുന്നത്, മഹാന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. എത്രത്തോളം മഹാന്മാർ മുരീദുമാർക്ക് പറഞ്ഞിട്ടുള്ള ആദാബുകൾ, ഓലെ ജീവിതം നോക്കിയാൽ നമുക്കതൊക്കെ കാണും. നമ്മളിപ്പോൾ ഓലിപ്പോൾ എന്തായിരിക്കും ഇതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കണോലായിരിക്കുമോ, ഓൽക്ക് എന്തെങ്കിലും അറിയോ എന്നൊക്കെ പലരും ചിന്തിക്കും. പക്ഷേ അവരുടെ ജീവിതം നോക്കുമ്പോൾ നോക്കുങ്ങൾ, ഷാറാൻ ഇമാമ് അവരെ അൽ കൗക്കബു ഷാഹിഖ് ബൈനൽ മുരീദി സാദിഖ് വഗൈരി സാദിഖ് പോലെയുള്ള മുരീദുമാരുടെ ആദാബുകൾ പറയുന്ന പല കിതാബുകളിലും പറഞ്ഞതാണ്. പല ആദാബുകളും പറഞ്ഞ കൂട്ടത്തിൽ വിവാഹം ചെയ്യണ സമയത്ത് പോലും ഷെയ്ഖിനോട് ചെന്നിട്ട് അങ്ങോട്ട് ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കലാണോ അദബ്, അല്ല ഷെയ്ഖിൻ്റെ നിർദ്ദേശം ഇങ്ങോട്ട് വരുമ്പോൾ വിവാഹം ചെയ്യലാണോ അദബ് എന്നതൊക്കെ മഹാന്മാരും അല്ലാതെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, തങ്ങൾ കല്യാണം കഴിക്കാനായ സമയത്ത് തങ്ങൾ ഷെയ്ഖുനെ പറയാതെ കല്യാണം കഴിക്കില്ല എന്ന് വാശി പിടിച്ചിരുന്നതാണ്. അതിന് ഷവ്വാലിൽ ഷെയ്ഖുനായുടെ മുലാസിമായി അവസാനം വരെ നിൽക്കാൻ വലിയ ഭാഗ്യം ലഭിച്ച മുഹമ്മദ് കോയക്കുട്ടിൽ ഹാജിൽ കിണാശ്ശേരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ മകൻ കോയമോൻക അബ്ദുൽ ലത്തീഫ് ഹാജി, അവർ പറയുന്നത് കേട്ടു, അന്ന് ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ഷെയ്ഖുനെ പറഞ്ഞാലേ കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിച്ചു. അവസാനം അന്ന് കോയമോൻക മുകളിലേക്ക് കയറി ഷെയ്ഖുനായുടെ അടുക്കൽ ചെന്നിട്ട് പ്രത്യേകം സമ്മതം ബാക്കി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുനെ സമ്മതം കൊടുത്തതിന് ശേഷമാണ് വിവാഹത്തിന് സമ്മതം പറയുകയും വിവാഹത്തിന് തയ്യാറാവുകയും ചെയ്തത് എന്ന്.